എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 31ാമത്തെ പാഠമാണ് ചിത്തും ജഡവും. വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒരിക്കലും പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കാത്തതുമാണിത്. ഇത് അനുഭവമാണ് അവനവന്റെ. അല്ലാതെ ഇത് ഒരിക്കലും നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ആർക്കെങ്കിലും പഠിപ്പിക്കാനോ ഒന്നും സാധ്യമേ അല്ല. ഈ സത്യം അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേണം ഇതിനെ നമുക്ക് സമാരംഭിക്കാൻ. അതായത് ഹരി പറയാണ്, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടത് അവരവരിലിരിക്കുന്ന പുരുഷനും വിശ്വത്തിലിരിക്കുന്ന പുരുഷനും ഒരു പുരുഷൻ തന്നെയാണ് എന്നാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവൻ നമുക്ക് നല്ല ഹൃദിസ്ഥമായ മാത്രമേ ഈ അധ്യായത്തിലോട്ട് കടക്കാവൂ. കാരണം അവിടെ നമ്മൾ തെളിഞ്ഞാൽ മാത്രമേ ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ. അപ്പോ നമ്മിലേക്ക് നമ്മൾ നോക്കിയാൽ ആദ്യം കാണുന്നത് ഈ ശരീരമാണ്. കണ്ടോ, ഇത് ഹരിയുടെ വേർഷനാണ്. ഹരി പറയാണ്, ഒരു കുട്ടി പറയാണ്, ഇത്രയും നേരം ഇത്രയും പാഠങ്ങള് കേട്ട ഒരു പഠിതാവിന്റെ ഉള്ളിൽ വരേണ്ടതാണിത്. അതിനെ ചേഷ്ടിപ്പിക്കുന്നതായ ഒരു ചേതന കൂടി ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളെ കാണുന്നത് ഒരു ശരീരമായിട്ടും അതിനെ ഒരു ചേതന ഉള്ളില് അത് ചേഷ്ടിപ്പിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും അനുഭവം എല്ലാ അജ്ഞാനികൾക്കും ഉണ്ട്. അജ്ഞാനികൾ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശരീരമാണ് താനെന്ന് കരുതി സത്യത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാൾ. അതായത് ശരീരവും എനിക്കൊരു ജീവനും ഉണ്ട്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്ഥിതിക്ക് ദൈവമായിരിക്കുന്ന പുരുഷനെ എന്നിലെ പുരുഷനായി എങ്ങനെ കാണാൻ സാധിക്കും? അപ്പൊ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഞാൻ എന്ന പ്രപഞ്ച സ്വരൂപിയായി നിൽക്കുന്ന ഈശ്വരൻ എന്ന പുരുഷനെ, തന്റെ ഉള്ളിൽ ജീവനായി ചലിക്കുന്ന ആ ഒരു ചേതനയെ, ഇത് രണ്ടും എങ്ങനെയാണ് ഒന്നായിത്തീരുന്നത് എന്നാണ് ഗുരു പറയാണ്. ഇതൊരു നല്ല സംശയമാണ്. ഒരു ശരീരവും അതിനെ ചേഷ്ടിപ്പിക്കുന്ന ചേതനയും ചേർന്നതാണ് നമ്മൾ എന്ന ധാരണ പരക്കെ ഉള്ളതാണ്. അപ്പോ ഇത് നമ്മൾ വിചാരം ചെയ്ത് നല്ലവണ്ണം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ ഇതിനെ പുറത്ത് പറയാൻ സാധിക്കൂ. അതായത് ഒരു ജീവൻ, അതായത് നമ്മൾ ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളും പക്ഷികളും ഒക്കെ എന്താണ് അവരുടെ ഓരോരുത്തരുടെയും അനുഭവം എന്ന് അവരെ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ ഓരോരുത്തരും ശരീരത്തിൽ ഞാൻ എന്ന് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ധാരണ ഞാൻ എന്റെ ശരീരത്തിലാണ്, ഞാനും എന്റെ ശരീരവും ഇത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഞാനും എന്റെ ശരീരവും, അതായത് ബോധവും എന്റെ ശരീരവും ഒരുമിച്ച്. പക്ഷെ അതിനെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയൊന്നും സാധാരണ ആളുകൾക്കില്ല. അപ്പൊ നമ്മൾ അതിനെ വിശകലനം ചെയ്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത്. അതായത് വിദ്യയുടെ പാതയിൽ കുറെ കാലം സഞ്ചരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം ഹരിക്കും തോന്നിയത്. കുറെ കേട്ടപ്പോഴാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു ശരീരവും അതിനെ ചേഷ്ടിക്കുന്ന ചേതനയുമാണല്ലോ നമ്മൾ ഞാനെന്ന് കരുതുന്നത്. അപ്പോ നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമ്മളെപ്പറ്റി നടത്തുന്ന പഠനം വെറും ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമാണ്. ജീവൻ എന്നുകൂടി വിചാരിച്ചു പോരാറുള്ള ചേതനാശക്തിയെപ്പറ്റി ആധുനിക ശാസ്ത്രങ്ങളിൽ പഠിക്കുന്നതേയില്ല. ശരീരത്തിനെ അവര് ഭൗതിക സ്വഭാവമായിട്ട് കണക്കാക്കി. നമ്മുടെ മെഡിക്കൽ സയൻസ് നോക്കിയാല് ഫിസിക്കൽ ബോഡിയെ കുറിച്ച് പഠിപ്പിക്കുന്ന മെഡിക്കൽ സയൻസിൽ സ്വതേ പറഞ്ഞു പോകുന്നത് മുഴുവൻ ഭൗതിക ശരീരത്തിനെ കുറിച്ച് മാത്രമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിനെ കുറിച്ച് പറയും. അത് സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ്. ഇനി നമുക്കതിനെ യാതൊരു രീതിയിലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. ഈ പുനർജന്മം പൂർവ്വജന്മം പോലെയുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങളിൽ അനുഭവപ്പെടും. ചിലരെല്ലാം വന്നിട്ട് പഴയ കാര്യങ്ങളെല്ലാം പറയും, ഞാൻ കഴിഞ്ഞ ജന്മം ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ഉത്തരം മെഡിക്കൽ സയൻസിന് കിട്ടാത്തതുകൊണ്ട്, അതായത് മോഡേൺ സയൻസിന് കിട്ടാത്തതുകൊണ്ട് അത് മുഴുവൻ പാരാസൈക്കോളജി എന്ന് പറഞ്ഞിട്ട് അവരൊരു വേറെ വേർഷൻ പറഞ്ഞു. അപ്പോ അതിലൊക്കെ പറയുമ്പോൾ പലതിനൊന്നും അവർക്ക് ഉത്തരമില്ല. പക്ഷേ വേദാന്ത ശാസ്ത്രം നല്ലവണ്ണം അപഗ്രഥനം ചെയ്യുന്ന ഒരാളിനെ അറിയാം ഇതിനെല്ലാം ഇവിടെ ഉത്തരവുണ്ട്. അതായത് ജഡത്തിലല്ല ഉത്തരം കണ്ടെത്തുന്നത്, ജഡത്തിനെ ഉണ്ടാക്കി കാണിക്കുന്ന ബോധത്തിലാണ് ഉത്തരം കണ്ടെത്തുന്നത്. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ഒരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞാൽ, സത്യമായ ആ ഏക വസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട് എന്നാണ് അർത്ഥം. എല്ലാത്തിനെ കുറിച്ചും അറിയാം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഒന്നും കൂടി ഗുരു പറഞ്ഞതിനെ നോക്കിയാൽ ശരീരം ഭൗതിക സ്വഭാവമുള്ളതാണ്, പഞ്ചഭൂതാത്മകമാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിനെ ജഡം എന്നാണ് കരുതി പോരാറ്. ഇനി ഇംഗ്ലീഷിൽ അതിനെ മാറ്റർ എന്ന് വിളിക്കും, ജഡം. ഇനി ചേതനാംശം ജഡമല്ല. നമ്മുടെ ജീവൻ ഞാൻ ഉണ്ട് അനുഭവം ഒരിക്കലും എന്തല്ല, അതൊരു ജഡമല്ല. അതിനെ ചിത്ത് എന്ന് വിളിക്കും, അതിനെ ബോധം എന്ന് വിളിക്കും. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം എന്ന് തന്നെയാണ്, ചേതന. ഇംഗ്ലീഷിൽ അതിനെ അവര് മൈൻഡ് എന്നാണ് വിളിക്കുക.
അപ്പൊ തന്നെ അവിടെ തെറ്റും. കാരണം നമ്മള് വേദാന്ത ശാസ്ത്രത്തിൽ നല്ലവണ്ണം അതിനെ അന്ധകരണ ചതുഷ്ടയത്തിനെ നമ്മൾ വ്യക്തമായി വേർതിരിച്ചാണ് അറിയുന്നത്. നമ്മുടെ ഉള്ളിൽ ബുദ്ധി, ചിത്തം, മനസ്സ്, അഹങ്കാരം, ജീവൻ, ഇതിനെയെല്ലാം വേറെ വേറെ പഠിച്ച് അതിനെയെല്ലാം നല്ലവണ്ണം വിചാരം ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഒരു വേദാന്തി പിന്നെ ഈ ശാസ്ത്രത്തിനെ ഉൾക്കൊണ്ടത്. അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെയല്ല. ഇപ്പൊ ഭൗതിക ശാസ്ത്രം പോലും നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ, ഒന്നും ഭൗതിക ശാസ്ത്രത്തിനെ കാണുന്നതിനെയെല്ലാം അവര് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂക്ഷ്മത്തിലാണെങ്കിലും ഇപ്പൊ അതിനെയെല്ലാം പരീക്ഷിച്ച് നമുക്ക് പല രീതിയിലുള്ള, ഇപ്പൊ അലോപ്പതി ആണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ മരുന്ന് തരുന്നു, പലതും പരിഹരിക്കുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നു, അങ്ങനെയുള്ള സർജറി ഒക്കെ വെച്ചിട്ട് പരിഹരിക്കുന്നു, പരിഹാരമുണ്ട്. പക്ഷേ ആ ജീവന്റെ രഹസ്യം അവർക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഡോക്ടർമാരെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അത് അവര് ദൈവത്തിനെ ഏൽപ്പിക്കുന്നത്. കാരണം ആ ജീവന്റെ രഹസ്യം എന്താണ് എന്ന് അറിയുന്നത് വേദാന്ത ശാസ്ത്രത്തിൽ മാത്രമാണ്. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് കുറെ ചിന്തകളെ കൊണ്ട് നിറഞ്ഞതാണ്. ജീവൻ ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ. ജീവനില്ലാത്ത ആൾക്ക് എന്ത് മനസ്സ്? ജീവൻ എന്താണോ, ബോധത്തിൽ എന്താണോ ഗുണത്രയമായിട്ടിരിക്കുന്നത് അതിനനുസരിച്ചാണ് മനസ്സ് ചലിക്കുന്നത്. ഇത് വേദാന്തികൾക്കറിയാം. പക്ഷെ മനസ്സിനെ അവര് എന്തായിട്ട് കാണുന്നു? മനസ്സിനെയാണ് ജീവനായിട്ട് കാണുന്നത് സൈക്കോളജി. അപ്പോ യഥാർത്ഥത്തിൽ ഈ മനസ്സ് എവിടെ ഇരിക്കുന്നു എന്ന് പോലും പുതിയ തലമുറയ്ക്കൊന്നും അറിഞ്ഞുകൂടാന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിനെ എല്ലാരും പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് പലരും മനസ്സിനെ കാണുന്നത്. അല്ല, മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. സ്ഥൂല ശരീരം ഈ സൂക്ഷ്മ ശരീരത്തിന്റെ അത് കഴിഞ്ഞുള്ള ഒരു ഈ പറഞ്ഞ ആവിർഭാവമാണ്. മനസ്സ് എങ്ങനെയാണോ അങ്ങനെയാണ് സ്ഥൂല ശരീരം വന്നിരിക്കുന്നത്. അപ്പൊ മനസ്സെങ്ങും വ്യാപിച്ചു നിൽക്കുന്നതാണ്. സ്ഥൂല ശരീരം അങ്ങനെയല്ല. സ്ഥൂല ശരീരത്തിന് പരിമിതികളുണ്ട്. അതിന് ഇത്ര കണ്ട് അളന്നെടുക്കുന്നതാണ് ഈ സ്ഥൂല ശരീരത്തിന്റെ പ്രത്യേകത. കണ്ണുകൊണ്ട് അളന്നെടുക്കുന്നു, പ്രമേയങ്ങളായത്. ചെവി കൊണ്ട് കേൾക്കുന്നു, അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, പരിമിതികളുണ്ട്. എല്ലാത്തിനും പരിമിതികളുണ്ട്. ഈ ശരീരം ചലിക്കുന്നതിന് പോലും പരിമിതിയുണ്ട്. മനസ്സങ്ങനെയല്ല. മനസ്സിന് എവിടെ വേണമെങ്കിലും ചലിച്ച് എങ്ങോട്ട് പോകണമെങ്കിലും പോകാം. അത് കാലദേശങ്ങൾക്ക് അപ്പുറം പോവാം. പക്ഷെ സ്ഥൂല ശരീരം കാലത്തിനും ദേശത്തിനും ആ ഒരു നിർബന്ധിത പരിധിക്കുള്ളിലാണ്. ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ശരീരം. ഒരിക്കലും നമുക്ക് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി 1 മിനിറ്റ് മുമ്പിൽ ഈ ശരീരത്തിനെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഇനി 1 മിനിറ്റ് മുമ്പിലോട്ട് ശേഷം പോകണം എന്ന് കരുതിയാൽ അവിടെയും പോകാൻ പറ്റില്ല. അതേസമയം മനസ്സുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പും പോകാം, പുറകിലും പോകാം, എവിടെ വേണമെങ്കിലും പോകാം, ഏത് ദേശങ്ങളിൽ വേണമെങ്കിലും സഞ്ചരിക്കാം. മനസ്സ് വളരെ സൂക്ഷ്മമാണ്. അത് ശരീരത്തിനെയും കടന്ന് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് എന്നാണ് വേദാന്തിയുടെ ആവിഷ്കാരം. അതാണ് വേദാന്തിയുടെ അറിവ്, അതാണ് സത്യവും. പക്ഷേ ഇന്നത്തെ മോഡേൺ സയൻസിന് മനസ്സിനെ അത്ര പിടികിട്ടിയിട്ടില്ല. മനസ്സിനെ ചികിത്സിക്കുകയാണ്. മനസ്സിനെ ചികിത്സിക്കാൻ ശരീരത്തിന് മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല മരുന്നുകളും മനസ്സിനെ ചികിത്സിക്കാൻ ശരീരത്തിന് കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റിയ ശരീരത്തിനകത്തുള്ള ഉപാധികളെ തളർത്തിയിടുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് നാഡീഞരമ്പുകളെയെല്ലാം പതുക്കെ ക്ഷീണിപ്പിക്കുന്ന മരുന്നുകളാണ് കൊടുക്കുന്നത്. ഈ ട്രയാങ്കുലൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും, ഉറങ്ങാനുള്ള മരുന്ന്, അങ്ങനെയെല്ലാം കൊടുക്കുന്നത് അതാണ്. അപ്പൊ ഒരിക്കലും മനസ്സ് എന്ത് ചെയ്യില്ല. മനസ്സല്ല അവിടെ ഇല്ലാതാകുന്നത്. മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റിയ ശരീരത്തിന്റെ ആ ഒരു അവയവങ്ങളെ, ഉപാധികളെ തളർത്തിയിട്ടുകളെയാണ്. അപ്പൊ എന്ത് പറ്റും? അവർ ചിന്തിക്കില്ല. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല. പക്ഷെ മനസ്സിനെ നശിപ്പിക്കാനൊന്നും സാധ്യമേ അല്ല. മനസ്സ് അത്ര സൂക്ഷ്മമാണ്. നമ്മൾ പുറമെ കൊടുക്കുന്ന മരുന്ന് കൊണ്ടൊന്നും മനസ്സില്ലാതായി പോവില്ല. മനസ്സ് ചിന്തകളുടെ ഒരു കൂട്ടമാണ്. ഇത്രയെങ്കിലും അത്യാവശ്യം മനസ്സിനെ കുറിച്ചും ജീവനെ കുറിച്ചും നമ്മൾ അറിയണം. എന്നിട്ട് വേണം ഈ പറയുന്ന ചിത്തും ജഡവും നമുക്ക് പരിശോധിച്ചു നോക്കാൻ. എന്നാൽ ഇത് രണ്ടും ചേർന്നതാണ് നമ്മുടെ സത്ത എന്ന ധാരണ ശരിയാണോ തെറ്റാണോ എന്ന് ആരും ചിന്തിക്കാറുള്ളതായി തോന്നുന്നില്ല. അപ്പൊ എന്ത് തെറ്റാണ് ഇതിനകത്ത് വരുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നതില്? അതായത് മാറ്റർ, ജഡമെന്നും മനസ്സിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിത്ത്, ജീവൻ എന്നും വിളിച്ചാൽ എന്താണ് അതിനകത്തുള്ള തെറ്റ് എന്നാണ് ഇപ്പൊ ഗുരു ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുമ്പോൾ ശരീരത്തെ പറ്റിയോ ചേതനയെ പറ്റിയോ ഒന്നും ചിന്തിക്കാറില്ല. നമ്മൾ ഞാൻ എന്ന് പറഞ്ഞ ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി വേദാന്ത ശാസ്ത്രം പറയുന്നു, ഞാൻ എന്ന അനുഭവം ബോധത്തിന്റെ അംശമാണെങ്കിൽ പോലും ഞാൻ എന്ന ശക്തി ജഡമാണ്. ശക്തി ചലിക്കുമ്പോഴാണ് ഞാൻ എന്നുണ്ടാകുന്നത്. അംശം ബോധമാണ്. പക്ഷെ ബോധത്തിന്റെ പൂർണ്ണമായ ആ ശക്തി പ്രഭാവം നമുക്ക് കിട്ടുകയില്ല. കാരണം ഇതിനെ എങ്ങനെ ഒരു ഉദാഹരണത്തിൽ പറയാമെന്ന് ചോദിച്ചാൽ, അനന്തമായ സമുദ്രം, അതിൽ നിന്നും നമ്മൾ 1 കപ്പ് ജലം മാറ്റിവെച്ചാൽ ആ ജലത്തിന് ഈ കടലിന്റെ
സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ലവണങ്ങൾ അതിനകത്ത് കാണും. അല്പം എടുത്ത് പരിശോധിച്ചാൽ ഉപ്പ് നമുക്ക് അനുഭവിക്കാം. ആ കടലിലെ ജലത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു അതെല്ലാം ഈ കപ്പിലെ ജലത്തിലും കാണും. പക്ഷേ കടലിന്റെ തിരയെ ഉണ്ടാക്കുന്ന സ്വഭാവമോ അനന്തമായ സമുദ്രത്തിന്റെ ശക്തിയോ അതിന്റെ ആ അങ്ങേയറ്റത്തെ ആ ഒരു വിസ്തൃതിയോ അതിന്റെ വ്യാപ്തിയോ ശക്തിയോ ഒന്നും ഈ കപ്പിലെ ജലത്തിനില്ല. അതുപോലെയാണ് നമ്മുടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അനന്തമായ ആത്മസ്വരൂപത്തിന്റെ അംശമായ ജീവന്റെ ആവിർഭാവം. ആ ജീവൻ ഒരു കപ്പിലെ ജലം പോലെയാണ്. അതിനകത്ത് ബോധമുണ്ട്, ബോധത്തിന്റെ അംശമുണ്ട്. പക്ഷെ ഒരിക്കലും ബോധത്തിന്റെ ആ ഒരു സർവശക്തന്റെ പ്രഭാവം ഈ ജീവന് കാണില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വയം ചുരുങ്ങി വെറുതെ തെറ്റിദ്ധരിച്ച് അത് ചെറുതാണെന്ന് തോന്നുകയാണ്. അപ്പൊ അതിൽ നിന്നും നമ്മൾ ആ ജീവനെ ബ്രഹ്മമാക്കി തീർക്കാനുള്ള ആ ഒരു പ്രയാണത്തിലാണ് ഇപ്പൊ പോകുന്നത്. ആ യാത്രയിലാണെന്ന് മറക്കാതെ വേണം ഈ ചിത്തും ജഡവും വായിച്ചു നോക്കാൻ. അപ്പോ ഇതിനെപ്പറ്റി ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുമേ ചിന്തിക്കുന്നില്ല. അത് എല്ലാം കൂടി ചേർന്നതായിട്ടാണ് വിചാരിക്കുന്നത്. അത് സ്ഥൂലമാണ്, അത് സൂക്ഷ്മ ശരീരമാണ്, അത് കാരണ ശരീരമാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ മാറി മാറി നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ. ഇത്ര മാത്രമേ, അത്ര പോലും ആളുകൾക്ക് ചിന്തയില്ല. സത്യം തിരിച്ചറിയാതെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്നുമേ ചിന്തിക്കുന്നില്ല. ഞാൻ എന്തെന്നൊന്നും ചിന്തിക്കുന്നില്ല. ആ ഞാനിനെ എന്റേത് എന്നുള്ള ആ മമതാഭാവത്തിൽ എല്ലാം കൂട്ടിക്കലർത്തി ഈ കാണുന്ന എന്റെ ലോകം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സകല സ്ഥലത്തും തട്ടിത്തടഞ്ഞു വീട് ദുഃഖം 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 തന്നെ. സത്യം അറിഞ്ഞുകൂടാ. അപ്പൊ പലതിനും നമുക്ക് ഉത്തരയില്ല. ഇവിടെ പറയാണ്, അതുകൊണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ ശരീരത്തെ പറ്റിയോ ചേതനയെ പറ്റിയോ ഒന്നും ചിന്തിക്കാറില്ല. അങ്ങനെ രണ്ട് നമ്മിൽ ഉണ്ടെന്നും ഓർക്കാറില്ല. മാത്രമല്ല നമ്മൾ എപ്പോഴെങ്കിലും ചിത്തില്ലാത്ത ജഡമായിട്ടോ ജഡമില്ലാത്ത ചിത്തായിട്ടോ ഇരിക്കുന്ന അനുഭവം ഇല്ലല്ലോ. ഇല്ല തന്നെ. അതായത് ഇപ്പൊ ഗുരു പറയുന്നുണ്ട്, ആത്മോപദേശത്തിൽ ഒരു ശ്ലോകമുണ്ട്, അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകയിലില്ല അറിവും പ്രകാശമാത്രം എന്നാണ്. അറിവറിയുന്നവനെന്ന് രണ്ടും ഓർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും എന്നാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയിൽ ഇല്ല അറിവും പ്രകാശമാത്രം. അതായത് ബോധത്തിൽ ഞാൻ എന്ന ശക്തി ചലിച്ചാൽ മാത്രമേ ആ ബോധസ്വരൂപം ഈ കാണുന്ന പ്രപഞ്ചത്തിനെ ഉണ്ടാക്കി കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബോധം ഞാൻ എന്ന് പൊന്തിയില്ലെങ്കിൽ, അതായത് ശക്തി പൊന്തിയില്ലെങ്കിൽ ബ്രഹ്മം എങ്ങനെ ഇരിക്കും? അത് പ്രകാശമാത്രമായിരിക്കും. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അറിവേ സ്വരൂപമായിട്ടിരിക്കും. അതുകൊണ്ടാണ് സൗന്ദര്യ ലഹരിയില് അവിടെയും പറയുന്നു ശങ്കരാചാര്യര് തുടങ്ങിയപ്പോ ശിവശക്തിയായുക്തോ യതി ശക്തപ്രഭവിതും എന്നാണ്. അതായത് എങ്ങനെയാണ് ശിവന്റെ കൂടെ ശക്തി ചേർന്നാൽ മാത്രമേ അത് യുക്തമായാൽ, ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ ശിവൻ പോലും പ്രകടമാവുള്ളൂ എന്നാണ്. കാരണം ശക്തിയാകുന്ന ഇവിടെ ഞാൻ എന്ന ആ ഭാവം വന്നാലേ ആ അറിവ് പ്രകടമായി കാണുള്ളൂ. അല്ലെങ്കിൽ അറിവിന് പ്രകടനമില്ല. കാരണം അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന നിശ്ചല ബോധസ്വരൂപമാണ്, സാന്ദ്രാനന്ദ അവബോധമാണത്. അതിനകത്ത് ശക്തി ചലിക്കുമ്പോ ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അറിവിനെ വിട്ടത ഞാനുമില്ല, ബോധമില്ലാതെ ഞാനില്ല, എന്നെ പിരിയുകിൽ, ഈ ഞാനെന്ന ശക്തിയെ പിരിയുകിൽ ഇല്ല അറിവും. അറിവില്ല എന്നല്ല പറഞ്ഞത്, അടുത്തതിൽ പറയുന്നത് പ്രകാശമാത്രം. അത് ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ബോധത്തിന് ഉണ്ട് എന്ന് അനുഭവിക്കാൻ ശക്തിയുടെ ആവശ്യമില്ല. ബോധത്തിൽ തന്നെ അന്തർലീനമായ ശക്തി, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തൻ എപ്പോഴും ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് ശക്തി ചലിച്ചാൽ മാത്രമേ പ്രകടമാവുള്ളൂ എന്നാണ്. ആ ശക്തി ചലനം ആദ്യം എവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ ഞാൻ എന്ന് കരുതിയിട്ടാണ്. ഞാനാണ് വന്നിരിക്കുന്ന. അറിവറിയുന്നവനെന്ന് രണ്ടും ഓർത്താൽ, അറിവും അറിയുന്നവനും, ബോധവും ബോധത്തിനെ അറിയുന്ന ഞാനും എന്നത് രണ്ടും ഓർത്താൽ ഒരു പൊരുളാം, ഒറ്റ പൊരുളാണ്, അതിലില്ല വാദമേതും. അതിന് യാതൊരു ഭേദവുമില്ല, ഒരു തർക്കവുമില്ല. എല്ലാവർക്കും അറിയാം, അറിവും അറിയുന്നവനും ഒന്ന് തന്നെ. എത്ര മനോഹരമായിട്ട് ആ ശ്ലോകത്തിൽ പറഞ്ഞു തീർത്തു എന്ന് കണ്ടോ. അതായത് ഇതിനെയെല്ലാം വളരെ വിശദമായ ആത്മോപദേശ ശതകത്തില് ഇതിനെയെല്ലാം നമ്മൾ അറിയണം, അനുഭവിക്കണം. ഇതെല്ലാം കംപ്ലീറ്റ് ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാം അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ചേർത്ത് പറയുമ്പോ അറിയാം എല്ലാം ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. അപ്പോ ഇവിടെ ഇപ്പൊ സ്വാമി മുനി നാരായണ പ്രസാദ് പറഞ്ഞതും ഒക്കെ ഇത് തന്നെ. ഗുരു പറയണത് എന്താണ്? ഗുരുദേവൻ കണ്ട അനുഭവത്തിനെ പല കൃതികളിലൂടെ ആക്കി വെച്ചിരിക്കുന്നതിനെ അവനവന്റെ അനുഭവത്തിനെ എഴുതി വെക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ഈ പുസ്തകത്തിൽ അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയത് ആദ്യ പാഠങ്ങളൊന്നുമല്ല, അത് അവസാന പാഠവും കൂടെയാണ്. ഇത് നല്ലവണ്ണം വിചാരം ചെയ്ത് വളരെ നമ്മൾ നല്ല വ്യക്തിഗതമായി, അതായത് നമ്മളിൽ തന്നെ
താൻ തന്നെ നിരൂപണം ചെയ്താൽ ഇതിനെ അനുഭവിക്കാം, ഒരു സംശയമില്ല. അതിനുവേണ്ടി നമ്മൾ മറ്റു കൃതികളും കൂടെയൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ഇപ്പൊ നമ്മൾ 35-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ കർമ്മവും പുനർജന്മവും വരുന്നുണ്ട്. അവിടെ നമ്മൾ വേറെ ഒന്നും പഠിക്കില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവിടെ ഭഗവത്ഗീതയാണ് പറയുന്നത്. സ്വാമി ഇവിടെ ഇതിനകത്ത് അറിവിന്റെ ആദ്യ പാഠങ്ങളിൽ കുറെ സ്ഥലത്ത് ഭഗവത്ഗീത ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത ഭജഗോവിന്ദത്തില് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ഭഗവത്ഗീത കിഞ്ചിതീത എന്നാണ്, കുറച്ചെങ്കിലും പഠിക്കൂ എന്നാണ്. ഭഗവത്ഗീതയിലും പറയുന്നു, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, കുറച്ചെങ്കിലും പഠിച്ചിട്ട് ഈ ജീവിതത്തിലെ ഭയം ഒന്ന് നീക്കൂ എന്നാണ്. അതുകൊണ്ട് നമുക്കും എന്തായാലും 35-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ കർമ്മവും പുനർജന്മവും പറയുമ്പോൾ നമുക്ക് ഭഗവത്ഗീത നല്ലോണം നോക്കേണ്ടിയിരിക്കുന്നു. അത് 3-ാമത്തെ അധ്യായം കർമ്മയോഗം, പിന്നെ അത് കഴിഞ്ഞാൽ ഗുരു പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അതിനകത്ത് 13-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് ഭഗവത്ഗീത വിശദമായി നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഇപ്പൊ അതാണ്. അപ്പൊ നമ്മൾ കൂട്ടിച്ചേർത്ത് പലതിനെയും ഇപ്പൊ ഈ ഒരു പുസ്തകം നമുക്ക് അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് ഇതിനകത്ത് പറയുന്നതിനെ പലതിനും വേറൊന്നിലോട്ട് കണക്ട് ചെയ്ത് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെയെല്ലാം ചേർത്ത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഗുരുവിന്റെ ആത്മോപദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ശ്ലോകവും എടുത്താലും ഓരോ സ്വതന്ത്രമായ കൃതിയായിട്ട് തോന്നും. വേണമെങ്കിൽ ഒറ്റ ശ്ലോകം വെച്ചിട്ട് നമുക്ക് സത്യത്തിനെ നല്ലവണ്ണം അവലോകനം ചെയ്യാം. ജീവബ്രഹ്മ ഐക്യത്തിനെ വ്യക്തമായി വിശദീകരിക്കാൻ ഇതിലെ ഒരു ശ്ലോകം എടുത്താലും സാധ്യമാകും എന്നുള്ളതാണ് വേണമെങ്കിൽ. അപ്പോൾ ഓരോ ശ്ലോകത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മൾ സന്ദർഭാനുകൂലമായിട്ട് എവിടെയാണോ ഏതെങ്കിലും ഒരു ശ്ലോകം വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തത വരുന്നത് എന്നാണ്. അപ്പോ ഈ വാക്യം കൂടി പറയുകയാണ്. അതുകൊണ്ട് ഇത് കുറച്ച് സമയമെടുത്ത് പറയേണ്ട അധ്യായമാണ്. ഇനി അപ്പൊ ആളുകൾ മരിക്കുന്നത് കാണാറുണ്ട്. മരിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്നും ചേതന വിട്ടകലുന്നതായാണ് കാണുന്നത്. ചേതന പോയി കഴിഞ്ഞാൽ അയാൾ ഒരു തടിക്കഷ്ണം പോലെ ആയിത്തീരും. അത് ജഡമാണ്. ഇതൊരു സാധാരണ അറിവാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ മരിക്കുമ്പോ ആരെയാണെങ്കിലും നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ അറിയാറില്ല, അതിനെക്കുറിച്ച് ഇപ്പൊ പറയും. വേറെ ഒരാൾ മരിക്കുന്നത്, നമ്മൾ ഒരുപാട് പേര് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ മരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഉള്ളിലെ അനുഭവം? അവരുടെ മരണത്തിനെ കുറിച്ച് അയാൾ പോയി എന്നാണ്. ആര് പോയി? അപ്പൊ നമുക്കറിയാം ജീവൻ പോയി. അപ്പൊ ശരീരം പോയത് എങ്ങനെയാണ്? ശരീരം നശിച്ചു. അപ്പൊ ആ ശരീരത്തിന്റെ നിലനിൽപ്പ് എന്തായിരുന്നു? ആ ജീവൻ ഉള്ളിലിരുന്നതാണ്. ആ ബോധം ചേതന ഉള്ളിലിരുന്നത് കൊണ്ടാണ് ആ ശരീരം ഇരുന്നത്. ഇന്നും നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നു. അവനവനെ കുറിച്ച് വിചാരം ചെയ്യൂ. എത്ര കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും എത്ര അനായാസമായിട്ടാണ് ഈ ജീവൻ അതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. നമുക്ക് നടക്കാൻ ഒരു പ്രയാസമില്ല. നമുക്കൊരു 60 കിലോ ഉണ്ട്, അല്ലെങ്കിൽ 70 കിലോ ഉണ്ട്. നമ്മൾ വിചാരിച്ചിട്ടാണോ നടക്കുന്നത്? അല്ല. പക്ഷെ നമ്മളൊന്ന് വീണ് നോക്കട്ടെ, 4 പേര് വേണം പോക്കാൻ. അപ്പൊ ഇതിന്റെ അർത്ഥം തന്നെ എന്താണ്? ആ ജീവന്റെ ശക്തി ഒന്ന് അറിഞ്ഞു നോക്കൂ എന്താണെന്ന്. ശരീരത്തിനെ ആ ബോധസ്വരൂപമായ ജീവൻ ഉള്ളിൽ അങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലാണോ ഇരിക്കുന്നത്, അതോ അതിരുന്നിട്ട് ശരീരത്തിനെ പൊക്കിക്കൊണ്ട് നടക്കുവാണോ? അത് നമുക്ക് അറിയാനേ സാധ്യമല്ല. നല്ലവണ്ണം വിചാരം ചെയ്ത് ധ്യാനിച്ചാൽ മാത്രമേ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്നത് സത്യത്തിൽ ആ ജീവൻ ചേതന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ്, അറിയാത്തത് കൊണ്ടാണ്, അല്പമായി വിചാരിക്കുന്നത് കൊണ്ടാണ് ജീവനായി നിൽക്കുന്നത്. അത് പൂർണ്ണമാണ് എന്ന് കരുതിയാൽ ആ നിമിഷം അത് ബ്രഹ്മമായി മാറും. കാരണം മാറാനൊന്നുമില്ല, ഇപ്പോഴും ബ്രഹ്മം തന്നെ. നമ്മുടെ തോന്നൽ മാത്രമാണ് അല്പമായിട്ടിരിക്കുന്നത്. അപ്പോ മരണസമയത്ത് നമ്മൾ ഈ ഒരു കാര്യം കണ്ടു. ഇനി ഈ ശരീരം ഇപ്പോ ഇരിക്കുന്നു, യാതൊരു രീതിയിൽ ഇത് ഉറുമ്പരിക്കുന്നില്ല, ഇത് പുഴുവരിക്കുന്നില്ല. പക്ഷെ ഇതൊന്ന് മരിച്ചു പോട്ടെ, ഇതിനകത്തുനിന്ന് ആ ജീവനൊന്ന് ഇറങ്ങി നോക്കട്ടെ. അപ്പൊ തൊട്ട് അതിനെ പുഴുവരിക്കാനും ഉറുമ്പരിക്കാനും അത് ഈ പറഞ്ഞ പോലെ ദുർഗന്ധം വമിക്കാനും തുടങ്ങും. അപ്പൊ എന്താണ് ഈ ചേതന? അപ്പൊ ആ ബോധസ്വരൂപമായ ജീവൻ തന്നെയാണ് എന്റെ ഉള്ളിൽ ഞാൻ എന്ന് പ്രകാശിച്ചുകൊണ്ട് ചേതനാ സ്വരൂപമായി നിൽക്കുന്നത്. അതാണ് ഈ ശരീരത്തിനെ ചേഷ്ടിപ്പിക്കുന്നത്. അത് ഏത് നിമിഷം ഈ ശരീരത്തിനെ വിട്ടുവോ ആ നിമിഷം ശരീരം വെറും ജഡം. പക്ഷെ ഈ ജഡത്തിനെ നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഇപ്പോ അത് ചിത്തും ജഡവും ഒരുമിച്ചിരിക്കുകയാണ്. ചിത്തമല്ല, ചിത്തും ജഡവും. ചിത്ത് എന്നത് ബോധാംശം, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിത്ത് ജീവനെയാണ്, ജഡം ശരീരമാണ്. ഇത് രണ്ടും ഒന്നായിട്ടാണ് നമുക്ക് ഇപ്പൊ അനുഭവിക്കുന്നത്. നമ്മളിതിനെ വേറെ വേറെ പറയുന്നില്ല. ഞാൻ എന്റെ ശരീരം പറയുമ്പോഴാണ് എന്റെ ശരീരം എന്ന് പറയുന്നത്. അതുപോലും പ്രകൃതി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് ഞാൻ ശരീരം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ല, എന്റെ ശരീരം എന്നാണ് പറഞ്ഞത്. അതൊക്കെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ആദ്യം മുതലേ വേദാന്തത്തെ കേട്ടു തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, ആര് പറഞ്ഞിട്ടാണ് നമ്മൾ എന്റെ ശരീരം എന്ന് പറഞ്ഞത്? അത് ഒരു ഭാഷയിൽ മാത്രമല്ല, ഈ ലോകത്തെ ഏത് ഭാഷ ഏത് മനുഷ്യൻ സംസാരിച്ചാലും ഞാൻ എന്റേത് എന്നാണ് പറയാ. ഞാൻ, എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി എല്ലാം എന്റേതെന്നാണ് പറഞ്ഞത്. അതെവിടെ നിന്ന് പറഞ്ഞു?
ഈ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി നിന്ന് തൊഴുതപ്പോ ആരും പറയാതെ നമ്മൾ കണ്ണടച്ചത്. എന്തിനാണ് കണ്ണടച്ചതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഏതൊരു വിഗ്രഹത്തിന്റെ മുമ്പിലും എത്ര ക്യൂ നിന്ന് പോയി നിന്ന് തൊഴുതാലും, ഗുരുവായൂരപ്പന്റെ മുമ്പിലാണെങ്കിലും ഇനി എവിടെ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയപ്പോഴും ഒക്കെ ഒരുപാട് ക്യൂ നിന്നൊക്കെ പോയി തൊഴുത് നിൽക്കുമ്പോ അറിയാതെ നമ്മൾ കണ്ണടച്ചു പോകും. ആര് പറഞ്ഞിട്ടാണ്? അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം. ആ ദേവത തന്നെയാണ് നമ്മളെ ഈ പറഞ്ഞ പോലെ ഏകാഗ്രപ്പെടാൻ പറഞ്ഞിരിക്കുന്നത്. അറിയാതെ പറയാതെ ഉപദേശിക്കുന്നതാണത്. ഉള്ളിൽ നോക്കൂ എന്നാണ്. പക്ഷെ നമ്മൾ വെറുതെ കണ്ണടച്ചു, എന്നിട്ട് അപ്പൊ തന്നെ ക്യൂവിൽ നമ്മളെ തള്ളിവിട്ടപ്പോ നമ്മൾ പോവുകയും ചെയ്തു. പക്ഷെ ഇത് രണ്ട് കാര്യങ്ങൾ വിചാരം ചെയ്ത് നോക്കൂ. പ്രകൃതി തന്നെയാണ് ഗുരു. നമ്മള് ഈ കാണുന്ന ശക്തിയെ അതിന്റേതായ വിധം എങ്ങനെയാണോ ആചാരക്രമങ്ങളോടുകൂടി നോക്കുന്നത്, ആ പ്രകൃതിയും ഞാനും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പോ വീണ്ടും പറയാണ്, അതുകൊണ്ട് മരണസമയത്ത് വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ മരിച്ചയാൾ ജഡമായി കഴിഞ്ഞ കാര്യം അയാൾ അറിയാറില്ല. ഇതൊക്കെ വിചാരം ചെയ്ത് നോക്കണം. ഭയക്കാനൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്റെ സ്ഥിതി എന്ന് ഓർത്താൽ മതി. ഇനി മറ്റുള്ളവരാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ അത് അയാളുടെ അനുഭവമല്ല. മരണാനുഭവം എന്തായിരുന്നു എന്ന് ബാക്കിയുള്ളവരോട് പറയാനും മരിച്ചയാളിന് സാധിക്കുകയില്ല. മരണം എന്താണെന്ന് പറഞ്ഞു തരണമെങ്കിൽ മരിക്കുകയും അതേസമയം ബോധത്തോടുകൂടി ഇരിക്കുകയും വേണം. അത് സാധ്യമല്ല എന്നാണ്. ഇത് വളരെ വിശദമായി നല്ലവണ്ണം നമ്മൾ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ ഇതിനെ പുറമേ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കൂ. വീണ്ടും വീണ്ടും വിചാരം ചെയ്തു നോക്കൂ. നമ്മുടെ തന്നെ മരണാനുഭവത്തിനെ വെറുതെ ഒന്ന് കണ്ണടച്ച് ഓർമ്മിച്ചു നോക്കൂ. അത് ഓർക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോ മരിച്ചു പോയാൽ എന്നെ ഇപ്പൊ ഇവിടെ കിടത്തും. എവിടെയാണോ അവിടെ കിടത്തും. അപ്പൊ ഈ ഞാൻ എവിടെ പോയി? ഇപ്പൊ ഇരിക്കുന്ന ഞാനും എന്റെ ആ ജഡവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ മരിച്ചു പോയാൽ ഈ ജഡവും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ ഒരു ഞാനുണ്ട്. ആ ജഡത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞ ആരെങ്കിലും എന്റെ ജഡം കാണാൻ വരുമ്പോ ഒന്ന് നോക്കൂ, ആ ജഡത്തിൽ ഞാനില്ല. അപ്പൊ ആ ഞാൻ എവിടെ പോയി? ആ ഞാൻ എന്തായിരിക്കും? ഞാൻ അറിവേ സ്വരൂപമാണ്. ബോധം ആ ശരീരത്തിൽ നിന്നും വിട്ട് ഈ പറയുന്ന ജീവൻ പതുക്കെ മാറിയതാണ്. എങ്ങോട്ട് മാറും? ആലോചിച്ച് നോക്കൂ. അത് ഒരു എനർജി, ശക്തിയാണ്, ശക്തി സ്പന്ദനമാണത്. ആ ശക്തി സ്പന്ദനം ഒരു ശരീരത്തിനെ സ്വീകരിച്ചപ്പോഴാണ് അഹങ്കാരമായി മാറി ആ ശരീരത്തിൽ ജനിച്ചു എന്ന് കരുതി ബാക്കി ജീവിതം നയിച്ചത്. ആ ശരീരം അജ്ഞാനത്തിലാണ് പോകുന്നതെങ്കിൽ അതിന് ബാക്കി സങ്കല്പങ്ങളെല്ലാം മനസ്സിൽ കാണും. ആ ശരീരത്തിൽ സങ്കല്പങ്ങളെല്ലാം പൂർത്തീകരിച്ചപ്പോ ആ ശരീരത്തിനെ ഉപേക്ഷിച്ച് വേറെ ശരീരത്തിനെ സ്വീകരിക്കാൻ പോകുന്നതാണ് അടുത്ത പുനർജന്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സങ്കല്പങ്ങളെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ തന്നെ സത്യമറിഞ്ഞ് വിദ്യയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണത്തെ തരണം ചെയ്യാം, അമൃതത്വത്തെ പ്രാപിക്കുകയും ചെയ്യാം. അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സത്യമൊക്കെ ഇത്ര കണ്ട് അവഗാഹം ചെയ്യുന്നത് എന്തിനാണ്? ഇത്ര അപഗ്രഥനം ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ആ സത്യത്തിനെ ഉൾക്കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, എന്റെ ശരീരത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ ജീവനിൽ, ഇതിലൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഞാൻ, ഈ ഞാനും എന്റെ ശരീരവും തമ്മിൽ എന്താണ് ബന്ധം, എന്താണ് വ്യത്യാസം, ഞാനും എന്റേതും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ബോധമാകുന്നു, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അനുഭവ സ്വരൂപമാകുന്നു ഞാൻ. എന്റെ ശരീരം എന്റെ ഒരു ഉപാധി മാത്രമാണ്. എന്റെ കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ ഞാൻ എന്ന ബോധം സ്വീകരിച്ചിരിക്കുന്ന, അജ്ഞാനം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു ജഡവസ്തു മാത്രമാണ്. അതിനെ വിട്ടതാണ് മരണാനുഭവം ഇപ്പൊ നമ്മൾ പറഞ്ഞത്. വിട്ടുകഴിഞ്ഞാൽ ആ ജീവന് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഈ കാണുന്നതിനെല്ലാം പ്രപഞ്ചത്തിനെ അനുഭവിക്കാൻ പറ്റൂ. ഒരു ജീവനും ശരീരമില്ലാതെ ഇവിടെ പ്രപഞ്ചത്തിനെ അനുഭവിച്ചിട്ടില്ല. അതാണ് മരണാനുഭവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത്. ഒരു മരണാനുഭവം ഉണ്ടായിട്ടാണ് ഭഗവാൻ രമണ മഹർഷി, നമ്മൾ പറയുന്നുണ്ട്, രമണ മഹർഷി കേട്ട് കാണും എല്ലാവരും, രമണ മഹർഷി ഒരു മരണാനുഭവത്തോടു കൂടിയാണ് ഇതിൽ പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അദ്ദേഹം ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ 16 വയസ്സ് കുട്ടി അങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആരോ വന്നിട്ട് പറഞ്ഞു അരുണാചലത്തിനെ കുറിച്ച് കേട്ടതിന് ശേഷം ഒരു വ്യത്യാസമൊക്കെ വന്നു. പക്ഷെ ഒരു ദിവസം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ മധുരയിലെ വീടിന്റെ 1ാമത്തെ നിലയിൽ അവിടെ ഇരിക്കുമ്പോ താൻ മരിക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ വന്നു. അപ്പോ അങ്ങനെ നീണ്ടു നിവർന്നു കിടന്നു എന്നൊക്കെ. എന്നിട്ട് മരണാനുഭവം, താൻ മരിച്ചു, തന്റെ ജഡത്തിനെ എടുത്ത് സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നു. അപ്പൊ അതെല്ലാം താൻ മാറിയെന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി താൻ ശരീരമല്ല, തൽക്കാലം കയറിയിരിക്കുന്ന മാത്രമാണ് ശരീരത്തിൽ. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഈ ശരീരമല്ല. അതോടുകൂടി നിർവ്വാണം വരും. പിന്നെ അതിനെ ഇരുന്ന് പഴകണം. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവർക്കും ഉപദേശിച്ചു, ഞാൻ ആര് എന്ന് വിചാരം ചെയ്യൂ. അനുഭവത്തിൽ നിന്നാണ്.
അല്ലെങ്കിലും അഹം എന്നത് അന്വേഷിക്കാതെ നമ്മൾ ഒരിക്കലും സത്യവസ്തുവിലെത്തില്ല. കാരണം ആ സത്യമായ ബോധത്തിന്റെ ചെറിയ ഒരു രൂപമാണ് ഞാൻ. ആ ഞാനാണ് നമുക്ക് എപ്പോഴും പ്രകടമായി കൊണ്ടിരിക്കുന്ന നമ്മളിലുള്ള വസ്തു. അഹം അഹം അഹം. ഈ അഹത്തിനെ നമ്മൾ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്താൽ പതുക്കെ പതുക്കെ അഹം എന്ന ബോധം പതുക്കെ അഖണ്ഡ ബോധമായിട്ട് മാറും. ഇതാണ് നിർവാണം. ഇനി നമ്മൾ ജീവിച്ചിരിക്കവേ, ഇത് നമ്മൾ പറയുന്നതാണ്, നമ്മുടെ വേർഷൻ കേട്ടാൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ജീവിച്ചിരിക്കവേ നമ്മുടെ മരണത്തിനെ ഒന്ന് വീണ്ടും വീണ്ടും വിചാരം ചെയ്തു നോക്കൂ. മരണം സംഭവിച്ചാൽ എന്തായിരിക്കും ഞാൻ? അങ്ങനെ വരുമ്പോ ശരീരമാണ് മരണത്തിൽ പോകുന്നതെന്നും ഒരിക്കലും ഞാൻ മരണത്തോടുകൂടി നശിക്കുന്ന ആളല്ലെന്നും കരുതൂ. ശരീരത്തിനാണ് മരണം, എനിക്കല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ശരീരം മരിച്ചതായി കരുതിക്കൊണ്ട് ഒരു നിമിഷമെങ്കിലും ഉള്ളിലിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിർവാണം. ശരീരത്തിലല്ലാതെ താൻ ബോധത്തിലാണ് ഇരിക്കുന്നതെന്ന് ഒരു നിമിഷമെങ്കിലും ഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് മോക്ഷം, അതാണ് കൈവല്യം. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നത്, ശരീരം ഞാനല്ല, ഞാൻ ശരീരമല്ല, ശരീരം എനിക്ക് വേണ്ടിയല്ല, ശരീരം എന്റേതുമല്ല. പിന്നെ ഞാൻ എന്താണ്? ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപമാണ്. ഭ്രമം കൊണ്ട് ശക്തിയിൽ പെട്ട് ചലിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ നിശ്ചലമായ വസ്തുവിൽ നിന്നും അകന്നതായി തോന്നുന്നത്. ഒരിക്കലും അകന്നിട്ടില്ല. ഈ മനസ്സിനെ അടക്കിയാൽ, മനസ്സാണ് ചലിച്ചു പൊന്തുന്നത്, അത് മനസ്സിനെ അടക്കിയാൽ ആ ജീവനും അതുപോലെ തന്നെ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ആ ജീവൻ ബോധവസ്തുവിൽ നിശ്ചലമായി കഴിഞ്ഞാൽ അത് ബോധവസ്തുവിൽ ചേരും. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലസ്പന്ദമാകണം എന്ന് പറഞ്ഞു. ഇനി ഇത് ഇത്രയും പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന്. അഥവാ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഒരു പ്രയാസം നേരിടുന്നുവെങ്കിൽ വേറെ ഒരു വഴിയില്ല, ആവർത്തിച്ച് കേട്ടു നോക്കുക, വീണ്ടും വീണ്ടും കേട്ടു നോക്കുക അതിനെ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ദൂരീകരിക്കാം. ഒരു പ്രയാസം വേണ്ട. പക്ഷെ അതിനു മുമ്പ് ഇത് ഒരു പ്രാവശ്യമല്ല കേൾക്കേണ്ടത്, ഒന്നിലധികം പ്രാവശ്യം കേട്ട് നല്ല ധ്യാന നിമഗ്നമായി നോക്കണം. മരണത്തിനെ ഭയക്കേണ്ട കാര്യമില്ല. മരണം എനിക്കല്ല, മരണം എന്റെ ശരീരത്തിനാണ്. അതാര് തടഞ്ഞാലും വരിക തന്നെ ചെയ്യും. ശരീരം ജഡമാണ്. ജഡത്തിന്റെ സ്വഭാവം അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ ക്ഷീയതേ നശ്യതേ. 6 ലക്ഷണങ്ങളോടുകൂടി ജഡം. അത് അസ്ഥി ഉള്ളതായി തോന്നും, ജനിച്ചതാണത്. ഉള്ള വസ്തുവിന് ഒരിക്കലും ജനിക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തതായതുകൊണ്ടാണ് ജനിച്ചത്. ജനിച്ചിട്ട് അത് ഉള്ളതായി തോന്നും, ജനിച്ചതായി തോന്നും, അത് വർദ്ധിക്കുന്നതായി തോന്നും, അത് വളർച്ച പ്രാപിക്കുന്നതായി തോന്നും. പക്ഷേ അത് കഴിഞ്ഞാൽ വിപരീണമതേ, എത്ര വർദ്ധിച്ചോ അതിന്റെ താഴോട്ട് പോവും. അത് കഴിഞ്ഞ് ക്ഷീയതേ, അത് ക്ഷയിച്ചു പോകും. അത് കഴിഞ്ഞത് നശിച്ചു പോകും. നശിച്ചിട്ട് പിന്നെ ഒന്നേന്ന് അത് വേറെ രൂപത്തിൽ വരും. ഇവിടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സൃഷ്ടി സ്ഥിതി സംഹാരം. നമ്മൾ അറിയേണ്ടത് ഇത് 3 എവിടെ നടക്കുന്നു എന്നറിയണം. അങ്ങനെ നമ്മൾ വ്യക്തമായി സിദ്ധാന്തം അറിയണം. അതുകൊണ്ടാണ് ഗുരു, എനിക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു, അറിവിന്റെ ആദ്യ പാഠങ്ങളിൽ എത്ര വ്യക്തമായാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? പക്ഷെ ഇതിന് എഴുതി വെക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എപ്പോഴും. അപ്പൊ ആ പുസ്തകത്തിനെ എങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മൾ അറിയുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹവും പ്രയോജനവും. നമ്മൾ അറിയണം, അറിയേണ്ട പോലെ അറിയണം. വെറുതെ വായിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോ അത് വ്യക്തമായി വായിച്ച് അതിന്റെ ബാക്കിയുള്ള കൃതികളിൽ നിന്നുള്ളതെല്ലാം കളക്ട് ചെയ്ത് അത് രണ്ടും കൂടെ എങ്ങനെ ചേരുന്നു എന്നറിഞ്ഞ് നമുക്ക് പ്രയോജനപ്പെടുന്ന വിധം അതിനെ സ്വാംശീകരിച്ചെടുക്കണം. അതുകൊണ്ട് ഇന്ന് അതിന്റെ ബാക്കി പറയാൻ പോവാണ്. നമുക്ക് നേരിട്ടുള്ള അനുഭവം ജഡമായ ശരീരത്തിന് ചേതനയെ വിട്ട് നിലനിൽപ്പില്ലെന്നാണ്. അതുപോലെ ശരീരത്തിനെ വിട്ട് ചേതനയ്ക്ക് നിലനിൽപ്പില്ല. വാസ്തവം പറഞ്ഞാൽ നമ്മിൽ എല്ലാമുള്ള ഞാൻ എന്ന സത്ത ഒന്നാണ്. അതിനെ ചിത്തെന്നും ജഡമെന്നും രണ്ടാക്കി വെക്കാനാവുകയില്ല. ഞാൻ എന്ന സത്തയെ മനസ്സിലാക്കാനായി നമ്മുടെ ബുദ്ധി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി അതിനെ കാൽപ്പനികമാക്കി രണ്ടാക്കി കണ്ടതു മാത്രമാണ്. അപ്പൊ ഈ തെറ്റ് എങ്ങനെ സംഭവിച്ചു? അതായത് നമ്മൾ ഇവിടെ അജ്ഞാനത്തിന്റെ തലത്തിൽ എല്ലാറ്റിനെയും നമ്മൾ വിശ്ലേഷണം ചെയ്ത് പഠിക്കാനാണ് ശീലിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രവർത്തിക്കാനാണ് ബുദ്ധിയെ പരിശീലിപ്പിച്ചിട്ടുള്ളതും. നമ്മൾ നോക്കിയാൽ മതി, എന്തിനേയും നമ്മൾ അതിനകത്ത് പോയി നോക്കും. ഭൗതികമായി നോക്കുമ്പോൾ പോലും എല്ലാത്തിനെയും വിഘടിപ്പിച്ചു നോക്കും. അതെന്താണ് ജലത്തിനെ നമ്മൾ വീണ്ടും തിരിച്ചു ഹൈഡ്രജനും ഓക്സിജനുമായിട്ട്. അപ്പൊ ജലം എന്നതിനെ വീണ്ടും നമ്മൾ വിശ്ലേഷണം ചെയ്തു. ഇങ്ങനെ ഒന്നിനെയെല്ലാം നമ്മൾ രണ്ടാക്കും, രണ്ടിനെ പലതാക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ബുദ്ധി നമ്മളെ വിശ്ലേഷണം ചെയ്യാൻ പഠിച്ചു. അതുകൊണ്ടാണ് ഒരു വിഭജനം നമ്മൾ കാൽപ്പനികമായി നടത്തി ചിത്തും ജഡവും എന്ന് പറഞ്ഞത്. അങ്ങനെ വിഭജിച്ചു കണ്ട രണ്ടംശങ്ങളെ വീണ്ടും തിരികെ ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. കാരണം അവ തമ്മിൽ ചേരുന്ന സ്വഭാവമുള്ളവയല്ല.
ഈ ബോധത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി മറഞ്ഞത്. എന്നിട്ട് എന്ത് പറ്റി? ഈ ഉണ്ടായി നിലനിൽക്കുന്നതിന് വീണ്ടും ബോധവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയാണ്. വിത്തിൽ നിന്നും വൃക്ഷമുണ്ടായി, തിരിച്ച് വൃക്ഷത്തിനെ വിത്തിനകത്താക്കാൻ പറ്റില്ല. അതുപോലെയാണ് പാലിൽ നിന്നും തൈരുണ്ടാകുന്നു, പിന്നെ തൈരിനെ പാലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അറിയുന്നില്ല ഇതിന്റെ തൈരിന്റെ കാരണം പാലും അതുപോലെ വൃക്ഷത്തിന്റെ കാരണം വിത്തുമാണെന്നുള്ളത് മറന്നിട്ട് പിന്നെ അതിനെ നമ്മൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത് നടക്കുകയില്ല. ബോധസ്വരൂപമായ വസ്തുവിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്ന് പറയുമ്പോഴും തിരിച്ച് പ്രപഞ്ചത്തിനെ കൊണ്ടുപോയി ബോധത്തിൽ അടക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കാത്ത ഏകാഗ്രതയില്ലായ്മയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഇവിടെ ഗുരു പറയുന്നത്. ഇനി ഈ രണ്ടംശങ്ങളെ തിരികെ ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. കാരണം അത് രണ്ടിന്റെയും സ്വഭാവം മാറിപ്പോയി എന്നാണ്. എന്നാലും ഇങ്ങനെ വിഭജിച്ച് കണ്ട അംശങ്ങളിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മുടെ ബുദ്ധിശക്തിയിൽ നമുക്ക് തന്നെ വിശ്വാസമുണ്ട്. വാസ്തവത്തിൽ അവരവരുടെ ഉണ്മയെ അഥവാ ആത്മസത്തയെ രണ്ടായി പിരിച്ചുവെക്കാൻ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ പിരിച്ചുവെക്കാൻ നമ്മൾ ഉപയോഗിച്ച ആയുധമായ ബുദ്ധിശക്തി പോലും ഇതേ ആത്മസത്തയുടെ തന്നെ ഒരംശമാണല്ലോ എന്നാണ്. ബുദ്ധി ഉണ്ടെന്ന് കരുതി നമ്മൾ ബുദ്ധിയിൽ മയങ്ങി മതിമറന്ന് ബുദ്ധിയെ ആശ്രയിച്ചു പോകുമ്പോഴും ബുദ്ധി എവിടെ നിന്നുണ്ടായി? ബോധമില്ലാത്ത ആൾക്ക് എന്ത് ബുദ്ധി? ബോധസ്വരൂപമായ വസ്തുവിൽ മാത്രമേ മനസ്സും ബുദ്ധിയും ഈ അന്ധകരണങ്ങളെല്ലാം ചലിക്കുകയുള്ളൂ, കർമ്മേന്ദ്രിയങ്ങളെല്ലാം ചലിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ബോധോദയം ഉണ്ടാവണം എന്ന് പറഞ്ഞത്. ബോധത്തിൽ നമ്മൾ വീണ്ടും ഉദയം ചെയ്യണം, ബോധത്തിനെ അറിയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മള് ഭഗവത്ഗീത പറയുമ്പോ പോലും എന്ത് പറയണു? വ്യാവസായാത്മിക ബുദ്ധിയിൽ ഒരു നിശ്ചയം ഉറപ്പിച്ചതിന് ശേഷം ഈ സത്യത്തിലോട്ട് അടുക്കാം. ആത്മാവിനെ ബുദ്ധിക്ക് കാണിച്ചു കൊടുക്കണം ആദ്യം. കാരണം ആത്മാവിൽ നിന്നും വേറിട്ടതാണ് ബുദ്ധി. എന്നിട്ട് ആ ബുദ്ധിയിൽ വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോയപ്പോ തിരിച്ച് ആ ബുദ്ധിയോഗം വഴി തിരിച്ചു കയറാൻ പോവുകയാണ്. അപ്പോ ഇങ്ങനെ ചിത്തും ജഡവും ചേർന്നതാണ് നമ്മളെന്ന ധാരണ തീരെ തെറ്റാണെന്നാണോ അങ്ങ് പറയുന്നത് എന്ന് ഹരി ചോദിക്കുകയാണ്. അപ്പൊ പണ്ട് മുതലേ ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇതാണല്ലോ, ഈ ആശയമാണല്ലോ വെച്ച് പുലർത്തുന്നത്. അപ്പൊ ഗുരു പറഞ്ഞു, ശരിയാണ്, ഇങ്ങനെ വിഭജിച്ച് കാണുകയും പിന്നെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ട് തോറ്റുപോവുകയും ചെയ്തിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇവിടെ തന്നെ ഇത് നമുക്ക് പിടികിട്ടും. അതായത് വിഭജിച്ച് കണ്ടു, എല്ലാത്തിനെയും ബോധത്തിൽ നിന്നും വേർപെട്ട് കണ്ടു, പിന്നെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചപ്പോ തോറ്റുപോവുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് നിർവ്വാണം പ്രാപിക്കാനുള്ള വിഷമം. ഇവിടെ ആധ്യാത്മിക യാത്രയിൽ പോകുന്നവരെല്ലാം ഈ രണ്ടിനെ കണ്ടിട്ട് പലതിനെ കണ്ട് ദുഃഖിച്ചവരാണ്. പക്ഷെ ഈ പലതിനെ വീണ്ടും ഒന്നാക്കാനുള്ള അവരുടെ ശ്രമം പരാജയപ്പെടുന്നത് ഈ സത്യം അറിയാത്തതുകൊണ്ട്, നേരാവണ്ണം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. അതെന്തെന്ന് പറയാണ്? എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത്? ഒരു ചോദ്യം അവരുടെ മുന്നിലിരിക്കുന്നു, അതിന് അവർക്ക് ഉത്തരം കണ്ടെത്താനാകാത്തത് ചോദ്യം തെറ്റായി പോയത് കൊണ്ടാണ്. നമ്മൾ ചോദിക്കുന്നു ഇത് രണ്ടല്ലേ, രണ്ടിനെ ഒന്നാക്കണ്ടേന്നാണ്. രണ്ടേ ഉണ്ടായിട്ടില്ല എന്നാണ്. ഒരു ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. പക്ഷെ അത് ആദ്യമേ പറയാൻ പറ്റില്ല. രണ്ട് കണ്ടിട്ട് വരുന്നവനെ, ശിഷ്യനെ ഗുരു ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും അയാളെ ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഇത് ബ്രഹ്മമാകുന്നു കുട്ടി, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിരുത്തില്ല. പകരം എന്താണ്, രണ്ട് കണ്ടതിനെ വളരെ വളരെ ഈ പറഞ്ഞ പോലെ സിദ്ധാന്തപൂർവ്വം അതിനെ പറഞ്ഞ് പരിചയിപ്പിച്ച് പതുക്കെ പതുക്കെ ഒന്നിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്ര കണ്ട് ക്ഷമ ഇന്ന് ആർക്കും ഇല്ലെന്നും വേണമെങ്കിൽ പറയാം. അതായത് കയറില് സർപ്പത്തിനെ കണ്ട് പേടിച്ചു, കയറിലെ പാമ്പ്. സർപ്പത്തിനെ കണ്ട് പേടിച്ചിരിക്കുന്നവൻ എപ്പോഴും അത് സർപ്പത്തിന്റെ ഭയത്തോടാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരാള് കയറ് മാത്രമേ ഉള്ളൂ എന്ന് അറിയാവുന്ന, ഇപ്പൊ ഇവിടെ ഗുരുതുല്യനായ ഒരാള് കയറ് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, സർപ്പം ഉണ്ടായിട്ടേ ഇല്ല എന്ന് അറിയാവുന്ന ആളിന് ഒന്നേ ഉള്ളൂ, രണ്ടില്ല, കയറ് മാത്രമേ ഉള്ളൂ. അതാണ് ഗുരു. പക്ഷെ ശിഷ്യന് രണ്ടുണ്ട്. ഈ രണ്ടിനെ എപ്പോഴെങ്കിലും അയാൾക്ക് ഒന്നാക്കാൻ പറ്റുമോ? അതൊരിക്കലും സാധ്യമല്ല. സർപ്പത്തിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ കയറിനെ കാണുന്നവന് സർപ്പത്തെയോ കാണാൻ സാധ്യമല്ല. വസ്തു ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ രണ്ടുണ്ടെന്ന് കരുതുന്നു. കയറിൽ സർപ്പത്തിനെ കണ്ട് ഭയക്കുന്ന ആള് സർപ്പത്തിനെ മാത്രം കണ്ട് ഭയക്കുന്ന പോലെ അയാൾക്ക് എപ്പോഴെങ്കിലും സർപ്പത്തിനെ കയറാക്കാൻ പറ്റുമോ? ഈ കാണുന്ന പ്രപഞ്ചമാകുന്ന സ്വഭാവത്തിനെ നമുക്ക് എപ്പോഴെങ്കിലും ബോധസ്വരൂപമാക്കി തീർക്കാൻ സാധിക്കുമോ? പറ്റില്ല. പകരം ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കൂ. ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൽ പോകുന്നതെങ്കിൽ അവസാനം അത് അനുഭവമായി തീരും.
അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഉപനിഷത്തിന്റെ സമ്പ്രദായം ഇവിടെ പറയുന്നത് ലക്ഷ്യം മറക്കുകയേ ചെയ്യരുത്. ഈ ഒരു ഏത് പാഠഭാഗമാണെങ്കിലും അറിയേണ്ടത് എന്താണ്? നമ്മൾ ബ്രഹ്മമാകുന്നു എന്ന് അറിയേണ്ട അവസാനത്തെ നിർവ്വാണത്തിലാണ് എത്തേണ്ടത്. എങ്ങനെയെല്ലാം നമ്മൾ പാഠഭാഗങ്ങളിലൂടെ ഇതിനെയെല്ലാം വേർതിരിച്ച് കണ്ടു പഠിച്ചാലും അവസാനം ഇത് ഒന്നായി തീരാൻ പോവുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ ഇത് പഠിക്കാനുള്ള മാർഗം മാത്രമാണ് പലതിനെ കോട്ട് ചെയ്യുന്നത്. പക്ഷെ വസ്തു ഒന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ചോദ്യമേ തെറ്റായിരുന്നു. ഈ രണ്ടെങ്ങനെ ഒന്നാകുമെന്ന് ചോദിച്ചപ്പോ രണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ ചോദ്യം തെറ്റല്ലേ? രണ്ടുണ്ടെങ്കിലല്ലേ രണ്ടെങ്ങനെ ഒന്നാകും എന്ന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവുള്ളൂ. ഇവിടെ രണ്ടേ ഇല്ല, ഒന്നേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഗുരു അതിനെ ഇവിടെ പറഞ്ഞത്. ഇതിനെ, ഈ പാഠഭാഗത്തിനെ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കണം. ഇത്ര കണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്ന മാതിരി അത്രയും തെളിമയോടെ അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ഈ അർത്ഥത്തിൽ കേട്ട് കേട്ട് ഈ പാഠഭാഗം നോക്കിയാൽ ഗുരു ഇത് തന്നെയാണ് ഉദ്ദേശിച്ച് നമ്മളെ അനുഭവത്തിൽ എത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഭാഷയ്ക്ക് എപ്പോഴും അതിന്റെ പരിമിതിയുണ്ട്. അത് എഴുത്തും വായനയിലും വേറെ വേറെ ആയിട്ട് വരും. അത് പറയുമ്പോൾ ശ്രവണത്തിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. നമ്മൾ എഴുതി വായിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ അറിയുന്നത് പോലെയല്ല ശ്രവണം. കേട്ടുകൊണ്ടിരുന്നാൽ അതാണ് ശ്രുതി യുക്തി അനുഭവം. ശ്രവണം മനനം നിധിധ്യാസനം. ശ്രവണത്തിന് കൂടുതൽ പ്രയോജനമുണ്ട്. ശ്രവണത്തിന് കൂടുതൽ സാധ്യതകളുണ്ട്. കേട്ടുകൊണ്ട് ഇതിനെ അറിഞ്ഞാൽ നമുക്ക് ഇത് ഉള്ളിലാക്കാൻ എളുപ്പം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബോധ തന്മാത്ര ആകാശമാണ്. ആകാശമാണ് ശബ്ദം. അതുകൊണ്ടാണ് ശബ്ദത്തിൽ ഏറ്റവും കൂടുതൽ ആ സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ബോധത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത് ശബ്ദമാണ്. ശബ്ദത്തിലൂടെ തിരിച്ച് നമുക്ക് ബോധത്തിൽ എത്തുകയും ചെയ്യാം. ഓങ്കാരം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് ഇവിടെ അതിനനുസരിച്ച് കേട്ടുകൊണ്ട് ഇതിനെ നമ്മൾ വായനയിലൂടെ ആവർത്തിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോ ഈ പറയുന്ന പോലെ കേട്ട് കേട്ട് ആവർത്തിക്കണം. അപ്പോ ആവർത്തിച്ച് കേട്ടാൽ മനനം ചെയ്ത് നമുക്കിത് അനുഭവമാക്കാം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ചോദ്യം തന്നെ തെറ്റായി പോയതുകൊണ്ടാണ്. ഒരിക്കലും വേർതിരിച്ചു വെക്കാനാകാത്ത ഒന്നിനെ അവർ ഭാവനയിൽ രണ്ടായി കണ്ടു. അതായത് കയറിനെ പാമ്പായി കണ്ടു. എന്നിട്ട് ചോദിക്കുന്നു ഏത് ഏതിലിരിക്കുന്നു എന്ന്. ഒന്ന് മറ്റേതിലിരിക്കുകയില്ല, ഒന്നേ ഇവിടെ ഉള്ളൂ എന്നതാണ് സത്യം. അതിനെ ഭാവനയിൽ രണ്ടാക്കിയതേ തെറ്റ്. ആ തെറ്റിൽ നിന്ന് ഉടലെടുത്ത ചോദ്യവും തെറ്റ്. തെറ്റായ ചോദ്യത്തിന് എങ്ങനെ ശരിയായ ഉത്തരം കിട്ടും? അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം തന്നെ ഇല്ലെന്നറിയണം. ഇല്ലാത്ത ചോദ്യത്തിന് ഉത്തരം വേണ്ടല്ലോ എന്നാണ്. എന്നാലും ഈ ലോകത്ത് ജീവനില്ലാത്ത ജഡവസ്തുക്കളും ജീവനുള്ളതായി നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ. ജീവനുള്ളതും ജീവനില്ലാത്തതും. ഇതൊരു കുട്ടിയുടെ സംശയമാണ്, ഹരി ചോദിക്കാൻ. അപ്പൊ ഗുരു പറയാണ്, ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ലോകത്തിലെ ജഡവസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമാണ് ജീവികൾ എന്നാണ്. അതായത് ഒരു കല്ലും ഒരു പക്ഷിയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു പാറയ്ക്ക് ജീവനില്ല, അതേസമയം ഒരു പക്ഷിക്ക് ജീവനുണ്ട്. അപ്പൊ ജീവനില്ലാത്തത്, മണ്ണിന് ജീവനില്ല, നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, മണ്ണിന് ജീവനില്ല, എന്നാൽ ചെടിക്ക് ജീവനുണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? എന്നാൽ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? ഇവിടെ ജീവനുള്ളവയെന്നും ഇല്ലാത്തവയെന്നും രണ്ടായി വസ്തുക്കളെ തരംതിരിക്കുന്നത് അസാധ്യമാണെന്നാണ്. മണൽത്തരിക്ക് ജീവൻ ഇല്ലെന്ന് നമുക്ക് തോന്നും. മണൽത്തരിക്ക് ഉള്ളിലുള്ളത് അനേകം പരമാണുക്കളാണെന്ന് നമുക്കറിയാം. ഈ പരമാണുക്കളിലുള്ളത് പലതരം ഊർജ്ജരേണുക്കളാണ്. ഓരോ പരമാണുവിലും നിശ്ചിതമായ എണ്ണമുള്ള ഊർജ്ജരേണുക്കളാണുള്ളത്. ഈ ഊർജ്ജരേണുക്കൾക്ക് അവയുടേതായ ഭ്രമണപഥങ്ങളും ഉണ്ട്. അതായത് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ. അതെല്ലാം സയൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇതൊന്നും ആർക്കും മാറ്റാനാകാത്ത വണ്ണം ആരോ വ്യവസ്ഥപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെയാണുള്ളത്. ഇനി മണൽത്തരിയിൽ കാണുന്ന അതേ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തന്നെയാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ജഡവസ്തുവിനകത്തുള്ള ആറ്റത്തിലും കാണുന്നത്. അപ്പൊ ഇതെല്ലാം അവസാനം പോയി നിൽക്കുമ്പോൾ സൂക്ഷ്മമായ ഈ കാണുന്ന ആറ്റത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ഇത് പറഞ്ഞിരിക്കുന്ന ഊർജ്ജതന്ത്രം, അതായത് ഇന്നത്തെ ഫിസിക്സ്, മോഡേൺ സയൻസ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ ഇതിലെല്ലാം വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത് പോലും അതായത് ഒരറിവിലിരുന്ന് പ്രവർത്തിക്കുന്നതാണ്. അതായത് മണൽത്തരി പോലും മണൽത്തരിയായിരിക്കുന്നത് ഒരു അറിവിന്റെ പ്രവർത്തനം മുഖാന്തരമാണ്. ആ അറിവിലുള്ള ശക്തി ചലിച്ചതാണ് എന്നാണ്. അപ്പോൾ അതിന് ഏതിന് ബോധമില്ല, ഏതിന് ബോധമുണ്ട് എന്ന് വകതിരിച്ചു വെക്കാനാവില്ല. അതായത് എല്ലാം ബോധമാണ്. സകലത്തിലും ഇരുന്ന് പ്രവർത്തിക്കുന്നത് ഒരേ ബോധമാണ്, ഒരേ ചിത്താണ്. അത് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമല്ല എന്നേ പറയാനുള്ളൂ. എല്ലാം ഇവിടെ ചലിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ചലിക്കുന്നതെല്ലാം, സ്വയം ചലിക്കുന്നതെല്ലാം ജീവനുള്ളത്, ചലിക്കാത്തതെല്ലാം ജീവനില്ലാത്തത്. ഇങ്ങനെയാണ് നമ്മൾ 5ാം ക്ലാസ് മുതൽ സയൻസ് ഒക്കെ പഠിച്ചിരുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇവിടെ എല്ലാം ചലിക്കുന്നതാണെന്ന് സയൻസ് കണ്ടെത്തി. കാരണം എല്ലാ ചലിക്കാത്ത വസ്തുക്കളുടെ ഉള്ളിലും ഇലക്ട്രോൺ ഒക്കെ ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഊർജം ചലിച്ചുകൊണ്ടാണ് എല്ലാത്തിന്റെയും നിലനിൽപ്പ്. അതുകൊണ്ട് ചലിക്കണമെങ്കിൽ ബോധമുണ്ടായിരിക്കണം എന്നാണ്. ബോധത്തിലേ ചലിക്കുള്ളൂ.
ബോധം ചലിക്കാത്ത വസ്തു. കാരണം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മസ്വരൂപം എങ്ങോട്ട് ചലിക്കാനാണ്? എങ്ങും നിറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ഒരു വസ്തു ചലിക്കില്ല. അതുകൊണ്ടാണ് ബോധസ്വരൂപം ചലിക്കാത്തതാണെന്ന് പറയുന്നത്. എന്ന് കരുതി അത് ചലിക്കാത്തതാണെന്ന് കരുതി അത് എങ്ങനെയുള്ളതാണ്? അത് ശൂന്യമോ ജഡമോ അല്ല, അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഉണ്മസ്വരൂപമായിട്ടുള്ളതാണ്. അതിന്റെ സ്വഭാവം തന്നെ ഉണ്മയാണ്, ഉണ്ട് എന്ന അനുഭവമാണ്. അനുഭവ സ്വരൂപമാണ് ബോധം. കേവല ആനന്ദ സ്വരൂപമാണ് ബോധം. അത് കേവലമാണ്, അത് ഒന്നേ ഉള്ളൂ, ഒരേ ഒരു അറിവ്. അതിലാണ് ഈ ശക്തി ചലിക്കുന്നത്. അതിനെയാണ് സയൻസ് ഊർജ രേണുക്കൾ എന്ന് വിളിച്ചത്, എനർജി വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ആകെ കൂടി സാധിക്കുന്നത് പലതരത്തിൽ ബോധത്തിന്റെ അംശം പ്രകടമായി കാണാവുന്നവയെ ഒരു ക്രമപ്രകാരം നിരത്തി നിർത്തുകയാണ്. ഇനി പറയുന്നു, നമുക്ക് പറയാം മണൽത്തരിയിലുള്ള ബോധാംശം തീരെ അപ്രകടമാണ്, മനുഷ്യനിലെ ബോധാംശമാണ് ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുന്നത്. മനുഷ്യനേക്കാൾ കൂടുതൽ ബോധാംശമുള്ളതായി ചില അധ്യാത്മശാസ്ത്രങ്ങളിൽ ദേവന്മാരെ പറ്റി പറയുന്നുണ്ട്. മനുഷ്യനേക്കാൾ ഉപരി ബോധമുള്ളവയുടെ സ്വഭാവം മനുഷ്യന് ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് മാത്രം ദേവന്മാർ ഇല്ലെന്ന് മനുഷ്യർക്ക് പറയാൻ സാധിക്കുകയില്ല. കണ്ടോ, സൂക്ഷ്മമായ ബോധാംശമുള്ളത് നമുക്ക് കണ്ടെത്താൻ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ണുകൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് ഒരിക്കലും ദേവന്മാരില്ല എന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനെ മാത്രം വിശ്വസിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ പരോക്ഷമായ ബുദ്ധിയും മനസ്സും വെച്ച് ചിന്തിച്ചുറപ്പിക്കാവുന്ന അറിവ് നമുക്കുണ്ട്, മറക്കണ്ട. അതിനുമപ്പുറത്ത് നമ്മുടെ അപരോക്ഷമായ അറിവ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സ്വയം ഉണ്മ സ്വരൂപമായ നമ്മുടെ തന്നെ അസ്തിത്വം. അതിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ഇവിടെ ഒന്നിനെയും നിരാകരിക്കേണ്ടതില്ല. എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ടായി നിലനിന്നും അറിയാം. ശക്തിയുടെ പ്രഭാവത്തിൽ ഈ ഭ്രമത്തിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും അഴിക്കാം എന്നാണ്. എന്നിട്ട് പറയണു, അങ്ങനെ പറഞ്ഞാൽ മനുഷ്യർ എന്നൊരു കൂട്ടറില്ലെന്ന് മണൽത്തരി പറയുന്ന പോലെ ഇരിക്കും. മണൽത്തരിയിൽ ബോധാംശം കുറവാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ജഡം എന്ന് വിളിച്ചു. ഇനി മണൽത്തരിയേക്കാൾ ബോധാംശം അത് കഴിഞ്ഞ് മരത്തിനുണ്ട്. മരത്തിൽ കുറച്ചുകൂടെ ബോധാംശമുണ്ട്. വൃക്ഷങ്ങളിൽ നമ്മൾ പറയുന്നു വളർച്ചയുണ്ട്, വൃക്ഷങ്ങൾ ആഹാരം വലിച്ചെടുക്കുന്നു, അത് സൂര്യപ്രകാശം കൊണ്ട് ആഹാരം പാകം ചെയ്യുന്നു എന്നൊക്കെ ഇന്നത്തെ കണ്ടുപിടുത്തം. അതിന്റെ അർത്ഥം എന്താണ്? മണൽത്തരിയേക്കാൾ ബോധാംശം ഈ വൃക്ഷത്തിനുണ്ട്. വൃക്ഷത്തിനേക്കാൾ ബോധാംശം പക്ഷിയിലും മൃഗങ്ങളിലും ഉണ്ട്. അതിനേക്കാൾ ബോധാംശം മനുഷ്യരിലുണ്ട്. അതിനേക്കാൾ ബോധാംശം കൂടിയ ദേവന്മാരില്ലെന്ന് നമ്മൾ എങ്ങനെ പറയും? അത്രയേ ഉള്ളൂ ചോദ്യം ഇവിടെ. മനുഷ്യരെക്കാൾ ബോധാംശം കൂടിയ വേറെ പലതും ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ബോധാംശത്തിന്റെ ലിമിറ്റേഷൻ വെച്ച് അറിയാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ അവലോകനം ചെയ്യുന്നത്. പക്ഷേ ആ അവലോകനം പോലും ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉപയോഗിക്കുമെങ്കിൽ മനുഷ്യജന്മം അങ്ങേയറ്റം ധന്യമായി എന്ന് പറയാം. കാരണം മനുഷ്യജന്മം പൂർണ്ണമായി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവലോകന തൃഷ്ണയുള്ളത് കൊണ്ടാണ്. നമ്മുടെ തന്നെ ജീവന്റെ നിലനിൽപ്പിനെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ബുദ്ധി വൈഭവം മനുഷ്യ ശരീരത്തിൽ ഇരുന്നപ്പോ ഉണ്ട്. അത് നമ്മളൊരു മൃഗശരീരത്തിലോ ഒരു പക്ഷിയുടെ ശരീരത്തിലോ ഇരുന്നാൽ ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യജന്മം സുഹൃതമാണ് എന്ന് പറയുന്നത്. ഇനി മനുഷ്യരുടെ മഹിമയറിയാൻ മണൽത്തരിക്ക് കഴിയില്ലല്ലോ. ഇതിലെവിടെയും ചിത്തെന്നും ജഡമെന്നുമുള്ള വിഭജനം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ ബോധമാണ് ഈ കാണുന്നതെല്ലാം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇത് കഴിഞ്ഞു വരുമ്പോൾ ഈ ക്ലാസ്സൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ 1 or 2 ക്ലാസ്സുകളിൽ എടുക്കേണ്ടി വരും. ഒരു ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും ഇത് ആരുടെയും അനുഭവമായി തീരില്ല. അത് അത്ര കണ്ട് നല്ലവണ്ണം വിചാരം ചെയ്ത് ചിത്തം ശുദ്ധമാക്കി, അതായത് സംശയലേശമന്യേ ഈ വേദാന്ത ശാസ്ത്രത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ ഭക്തി അതോടുകൂടി ചെയ്താൽ മാത്രമേ, വിശ്വാസത്തോടുകൂടി ഇതിനെ ധ്യാനിച്ചാലേ കിട്ടുകയുള്ളൂ. എല്ലാ ഗുരുക്കന്മാരെയും പ്രണാമം ചെയ്തുകൊണ്ട് വേണം ഈ അധ്യായമൊക്കെ എടുക്കാൻ. കാരണം ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ ഇതൊന്നും നമ്മുടെ ഉള്ളിൽ പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല. അഹങ്കാര ലേശമന്യേ വേണം ഇതിനായി സമീപിക്കാൻ. ഒരു കാരണവശാലും ഇതിൽ ധ്യാനത്തോടുകൂടി അല്ലാതെ സമീപിക്കരുത്. കാരണം ചിത്തും ജഡവും അറിഞ്ഞു വരണമെങ്കിൽ ഈ ഗുരു പറഞ്ഞതിനെ അത്യന്തം അങ്ങേയറ്റം നമ്മള് ആ ഒരു വിശ്വാസ ബുദ്ധിയോടുകൂടി വസ്തു ഒന്നേ ഉള്ളൂ എന്ന അങ്ങേയറ്റത്തെ ഉറപ്പോടുകൂടി സമീപിക്കണം. എങ്കിൽ മാത്രമേ ഈ 2 ദ്വന്ദ്വത്തിൽ നിന്നും നമുക്കും ആ ഏകത്വത്തിൽ എത്താൻ പറ്റുള്ളൂ. ഏകതത്വ ദൃഢാഭ്യാസം എന്നാണ് പറയുക. ആ ഏകമായ തത്വത്തിനെ ദൃഢമായി അഭ്യാസം ചെയ്യണം. അല്ലാതെ വെറുതെ ചിന്തിച്ചത് കൊണ്ടോ ആലോചിച്ചത് കൊണ്ടോ കിട്ടില്ല. യുക്തി തന്നെ വിചാരം ചെയ്ത് അനുഭവമാക്കണം. അതുകൊണ്ട് ഗുരു പറയാണ്, ഉള്ള സത്യത്തെ ചിത്തെന്നും ജഡമെന്നും 2ആയി തിരിച്ചു വെക്കുന്നത് തന്നെ തെറ്റ്. നേരത്തെ പറഞ്ഞ അവിദ്യയുടെ തന്നെ മറ്റൊരു മുഖമാണത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ അധ്യായത്തോടുകൂടി കടക്കുകയാണ്. 2 എന്ന ചിന്ത ഇനിയില്ല, ഒന്നേ ഉള്ളൂ. അത് ഏകമേവ അദ്വിതീയം. അത് ഒന്നാണ്, മറ്റൊന്നില്ല, 2 ഇല്ലാത്തത്. ഒരേ ഒരു ബോധം, അത് തന്നെയാണ് തന്റെ ഉള്ളിൽ ഞാൻ എന്ന്
വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരേ ഒരു ബോധം, ആ ഞാൻ ഒന്ന് തന്നെയാണ്, ഈ കാണുന്ന സകലത്തിലുമുള്ള ഞാൻ ഒന്ന് തന്നെയാണ്. അപ്പോ ആ ഒരേ ഒരു ഞാനാണ് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നെങ്കിൽ നമ്മളൊക്കെ തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഒരേ ബോധം, ഒരേ രൂപം, എല്ലാം ഒരേ സ്വരൂപം, ഒരേ ഒരു ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ബ്രഹ്മമാകുന്നു, നീയും അതാകുന്നു. ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞതുപോലെ ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആരോടാണ് രാഗദ്വേഷം, ആരോടാണ് ഭേദചിന്ത? ഇനി ഈ അനുഭവത്തിൽ നിന്ന് ഗുരു പറഞ്ഞതിനെ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്റെ ബോധാംശം കൂടിയതുകൊണ്ട് മനുഷ്യന് ചിന്തിക്കാം, അങ്ങനെ അതുപോലെ ചിന്തിക്കാം. എങ്കിൽ മാത്രമേ ഈ സത്യത്തിനെ അനുഭവിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ എല്ലാം നമ്മൾ ഈ വാചക കസർത്തിൽ മാത്രം നിർത്തും. കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിൽ കാര്യമില്ല. അതിനെ ഉൾക്കൊള്ളണം. ഏത് തലത്തിലാണ് ഗുരു അത് പറഞ്ഞത്? ഗുരുവിന്റെ അനുഭവം, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. അദ്ദേഹം അനുഭവത്തിന്റെ പൂർണ്ണതയിൽ പറഞ്ഞതെല്ലാം നമ്മുടെ ബോധാംശത്തിന്റെ കുറവുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിനെ താഴെ ലെവലിൽ നിന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോധത്തിന്റെ അംശത്തിനെ പൂർണ്ണമായും അപഗ്രഥിച്ച്, പൂർണ്ണമായും ആവിഷ്കരിച്ച് ഈ ഗ്രന്ഥം തന്നെ ഗുരുവായി കണ്ടുകൊണ്ട് സമീപിച്ച് നമുക്കും അനുഭവിക്കാം. എന്തായാലും ഇതിനെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. കാരണം ഇത് അങ്ങനെ തന്നെ കാണണം. ഇത് വരികളിലൂടെ അല്ല ഇന്ന് പോയിരിക്കുന്നത്, വരികൾക്കും അപ്പുറമുള്ള അതിന്റെ യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ പോയത്. അപ്പൊ അതിനെ നല്ലവണ്ണം അതിനെ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഈ പറയുന്നതിന്റെ അടുത്ത ഓമിന്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് അവിടെ തടയും. അങ്ങനെ വരരുത്. ഇതിനെ ഉൾക്കൊള്ളണം. ആവർത്തിച്ചാണെങ്കിൽ ഉൾക്കൊള്ളണം. എത്ര വില കൊടുത്തും ഇതിനെ അറിയണം. സത്യം ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം എന്നാണ്.